നമോ ഭഗവതേ വാസുദേവായ. ദശകം 12, ശ്ലോകം 4. അങ്കുഷ്ടമാത്രവപുഃ ഉത്പതിഃ പുരസ്താദ് ഭൂയഃ അധഃ കുംഭിസദൃശഃ സംവമജ്ജൃംഭധാസ്ത്വം അഭ്രേ തദാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ വിസ്മേരതാം വിധിഃ അഗാത് സഹസൂനുഭിः സ്വൈഃ. അങ്കുഷ്ടമാത്രേ പെരുവിരൽ, വപുരത് ആകൃതിയിൽ, പതിത പുറത്തേക്ക്, പുരസ്താദ് ഭഗവാനെ, ഭൂയോധ എന്നാൽ പിന്നീട്, കുംഭി സദൃശ ആനയുടെ വലിപ്പത്തിൽ, സമജൃംഭധാസ്ത്വം വളർന്നു പൊങ്ങി, അഭ്രേ ആകാശത്തിൽ, തഥാവിധമുദീക്ഷ്യ അപ്രകാരം കണ്ടിട്ട്, ഭവന്തമുച്ചൈഹി ഭഗവാൻ ഉന്നത ശരീരം, വിസ്മേരതാം വിസ്മയത്തോടെ, വിധിരാഗാത് ബ്രഹ്മാവ് നോക്കി, സഹ ഒപ്പം, സൂനുബി സ്വൈഹി തൻ്റെ മരീചി തുടങ്ങിയ പുത്രന്മാർ. അപ്പോൾ ഈ ദശകത്തിൽ ഭഗവാന്റെ വരാഹാവതാരത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ ബ്രഹ്മാവിൻ്റെ ആ നാസികാദ്വാരത്തിൽ നിന്നും ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും, ആ പെരുവിരൽ ആകൃതിയിൽ ഇരിക്കുന്ന ആ ഭഗവാൻ പിന്നീട് വളരെ വളരെ വളർന്ന് വളർന്ന് ആനയുടെ വലുപ്പത്തിൽ ആവുകയും, പിന്നീടും വളർന്ന് വളർന്ന് ആകാശം വരെ ഉന്നതമായ ഒരു ശരീരത്തോടു കൂടി വളരുന്നത് കണ്ടിട്ട് വളരെ വിസ്മയത്തോടു കൂടി ബ്രഹ്മാവ് നോക്കി നിൽക്കെ, ഒപ്പം ആ ബ്രഹ്മാവിൻ്റെ മരീചി തുടങ്ങിയ പുത്രന്മാരെല്ലാവരും ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്കുഷ്ടമാത്രപുരത്പതിതഃ പുരസ്താദ് ഭൂയോധ കുംഭിഃ സദൃശഃ സമജൃംഭധാസ്ത്വം അഭ്രേ തദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിതിരഗാത് സഹസൂനുഭിः സ്വൈഃ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.